ഖുർആൻ ക്ലാസ് പരമ്പരയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 12 വാക്യങ്ങൾ മാത്രമുള്ള ഖുർആനിലെ 66-ാമത്തെ അധ്യായം സൂറത്തു തഹ്രീം ആണ്. നല്ല ഒരു കോമഡി അധ്യായമാണിത്. ഖുർആനിലെ വെളിപാടുകൾ, അതിൻ്റെ ഉറവിടം എന്താണ്, എവിടെ നിന്നാണ് എന്ന് സാമാന്യ ബുദ്ധി മരവിച്ചിട്ടില്ലാത്ത എല്ലാവർക്കും ബോധ്യപ്പെടാൻ വളരെയധികം ഉതകുന്ന ഒരു ചെറിയ സൂറത്താണ് സൂറത്തു തഹ്രീം. മുഹമ്മദിൻ്റെ അടുക്കളയിൽ നടക്കുന്ന വഴക്കും വക്കാണവും അവിടെ നടക്കുന്ന ചക്കുളത്തിപ്പോര് പോലുള്ള പ്രശ്നങ്ങളിലുമൊക്കെ ഒരു പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു വന്ന് ഇടപെടുന്നതിൻ്റെ വളരെ ദയനീയമായ ദൈവനിന്ദയുടെ ചിത്രമാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഞാനിതിലെ 12 വാക്യങ്ങളും വായിച്ച് അതിൻ്റെ സന്ദർഭവും പശ്ചാത്തലവും അതുമായി ബന്ധപ്പെട്ട കോമഡികളും വിശദീകരിക്കാം. 1-ാമത്തെ വാക്യം: ഓ നബി, നീ എന്തിനാണ് നിൻ്റെ ഭാര്യമാരുടെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹു നിനക്ക് ഹലാലാക്കി തന്നത് ഹറാമാക്കുന്നത്? അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഇവിടെ അള്ളാഹു എന്ന പടച്ചോൻ മുഹമ്മദിൻ്റെ നാവ് വാടകയ്ക്കെടുത്തുകൊണ്ട് മുഹമ്മദിനെ തന്നെ കുറ്റം പറയുന്നതാണ് രംഗം. എന്തിനാണ് കുറ്റം പറയുന്നത്? ഭാര്യമാരുടെ ഇഷ്ടം നോക്കിയിട്ട് നിനക്ക് ഞാൻ അനുവദിച്ചു തന്ന കാര്യങ്ങൾ നീ എന്തിനാണ് നിഷിദ്ധമാക്കുന്നത്? നീ എന്തിനാണ് ഹറാമായി പ്രഖ്യാപിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അള്ളാഹു പൊറുക്കാൻ കുത്തിരിക്കുകയാണ് ഇവിടെ. ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഭാര്യമാരുടെ ഇഷ്ടം നോക്കിക്കൊണ്ട് മുഹമ്മദ് സ്വന്തം കാര്യത്തിൽ അള്ളാഹു അനുവദിച്ച കാര്യം നിഷേധിച്ച സംഭവം? മുഹമ്മദിന് അള്ളാഹു അനുവദിച്ചു കൊടുത്ത കാര്യം മുഹമ്മദ് സ്വയം ഹറാമാക്കിയ കാര്യം ഏതാണ്? അത് രസകരമായൊരു സംഭവമാണ്. ഇസ്ലാം ചരിത്രത്തിലെ വളരെ കോമിക്കായിട്ടുള്ള ഒരു സംഭവമാണ്. ഇസ്ലാമിൽ നിന്ന് ഒരുപക്ഷെ ലക്ഷക്കണക്കിനോ ദശലക്ഷക്കണക്കിനോ ആളുകളെ പുറത്തേക്ക് മുർത്തദിൻ്റെ ലോകത്തേക്ക് നയിച്ച പ്രധാനപ്പെട്ട വാക്യങ്ങളിലൊന്നാണ് ഇത്. ഇതിൻ്റെ സന്ദർഭവും ചരിത്രവും ചുരുക്കി പറയാം. മുഹമ്മദിൻ്റെ മദീന ജീവിതത്തിൻ്റെ ഏതാണ്ട് അവസാന കാലത്ത് മദീനക്ക് ചുറ്റുമുള്ള ഗോത്രങ്ങളൊക്കെ കീഴടക്കി, ഓരോ ഗോത്രങ്ങളെയും കീഴടക്കുമ്പോൾ ഓരോ ഗോത്രത്തിൽ നിന്നും സുന്ദരികളായ പെണ്ണുങ്ങളൊക്കെ മുഹമ്മദിൻ്റെ മണിയറയിൽ ഭാര്യയായിട്ടും വെപ്പാട്ടിയായിട്ടും എത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ മുഹമ്മദിൻ്റെ പള്ളിക്ക് ചുറ്റും ഭാര്യമാരുടെ അറകൾ നിറഞ്ഞു. ആ സമയത്ത് മദീനയിലും ചുറ്റുപാടുമല്ല, അറേബ്യ ഉപഭൂഖണ്ഡത്തിൽ മൊത്തമുള്ള എല്ലാ ഗോത്രങ്ങളും നാടോടികളും ഒക്കെ കീഴടങ്ങിയ ഒരു ഘട്ടത്തിൽ മുഹമ്മദ് അതിൻ്റെ അപ്പുറത്തേക്ക് തൻ്റെ സാമ്രാജ്യം വ്യാപിക്കുന്നതിന് വേണ്ടി ഈജിപ്തിലേക്കും സിറിയയിലേക്കും അതുപോലെയുള്ള വലിയ സാമ്രാജ്യങ്ങളുടെ കീഴിലുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ കടന്നു കയറാൻ ശ്രമിച്ചു. അത്തരം ശ്രമങ്ങളുടെ ഒരു മുന്നോടി എന്ന നിലക്ക് മുഹമ്മദ് ആദ്യം ചില ഭീഷണി കത്തുകളുമായി ഇങ്ങനെയുള്ള നാടുകളിലെ ഭരണാധികാരികളുടെ അടുത്തേക്ക് ദൗത്യ സംഘത്തെ അയച്ചു. ഈജിപ്തിൽ ചില പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന മുഖൌക്കിസ് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ അടുത്തേക്ക് മുഹമ്മദ് ഒരു ദൗത്യ സംഘത്തെ ഒരു ഭീഷണി കത്തുമായിട്ട് അയച്ചു. ആ കത്തിലെ ഉള്ളടക്കം ഇങ്ങനെ: അള്ളാൻ്റെ റസൂല് മുഹമ്മദാണ് കത്ത് കൊടുത്തയക്കുന്നത്, അള്ളാഹു ഒരു പുതിയ മതം ഉണ്ടാക്കിക്കുന്നു, ഇസ്ലാം മതം. അതുകൊണ്ട് ഈ മതത്തിന് കീഴടങ്ങി ഈ മതത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ ഈ മുഹമ്മദും കൂട്ടരും വാളും കൊണ്ട് അങ്ങോട്ട് വരും എന്നും പറഞ്ഞിട്ടുള്ള ഒരു വാണിംഗ് ആയിരുന്നു. എന്നാൽ അടുത്ത സൈനിക നീക്കം അങ്ങോട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം മുന്നറിയിപ്പുകൾ കൊടുക്കുന്നത്. അങ്ങനെ ദൗത്യ സംഘം ഈ രാജാവ് ഇരിക്കുന്ന ഒരു ദ്വീപിലേക്ക് കപ്പലിലൊക്കെ കയറി ചെന്ന് രാജാവിൻ്റെ മുമ്പിൽ ഈ കത്ത് സമർപ്പിച്ചു. രാജാവ് കത്ത് വായിച്ചു നോക്കി. രാജാവ് അതിന് മുമ്പ് മുഹമ്മദിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ മുഹമ്മദിനെ കുറിച്ച് വന്ന സംഘത്തോടൊക്കെ കാര്യമായിട്ട് ചോദിച്ചറിഞ്ഞിരിക്കണം. ഏതായാലും മുഹമ്മദിൻ്റെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ആളായിരുന്നു ഈ മുഖൌക്കിസ് രാജാവ്. അങ്ങേര് തൗഹീദ് സ്വീകരിക്കാനും ഇസ്ലാം സ്വീകരിക്കാനും ഒന്നും തയ്യാറായില്ല. പക്ഷേ മുഹമ്മദിനെ പിണക്കാനും തയ്യാറായില്ല. മുഹമ്മദിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പാക്കേജ് സമ്മാനം അങ്ങോട്ട് കൊടുത്തയച്ചു. മുഖൌക്കിസ് രാജാവ് കൊടുത്തയച്ച സമ്മാന പാക്കേജിലെ പ്രധാന വിഭവങ്ങൾ അതിൽ 2 സുന്ദരികളായ പെൺകുട്ടികളായിരുന്നു. ഈജിപ്ഷ്യൻ സുന്ദരികളായ 2 അടിമ പെൺകുട്ടികളെ, സഹോദരിമാരായ 2 പെൺകുട്ടികളെ, മാരിയ, സീറിൻ എന്നായിരുന്നു അവരുടെ പേര്. പിന്നെ മുഹമ്മദിന് ഇഷ്ടപ്പെട്ട കുതിരകൾ, മുഹമ്മദിന് ഇഷ്ടപ്പെട്ട സ്വർണം, ഇങ്ങനെ ഒരുപാട് വിലപ്പെട്ട സാധനങ്ങൾ മുഹമ്മദിന് സമ്മാനമായി കൊടുത്തയച്ചുകൊണ്ട് ദൗത്യ സംഘത്തെ തിരിച്ചയച്ചു. അങ്ങനെ തൗഹീദിന് പകരം കൊടുത്തയച്ച സമ്മാനങ്ങളുമായി ദൗത്യസംഘം തിരിച്ചു വന്നപ്പോൾ മുഹമ്മദ് വളരെ സന്തോഷത്തോടു കൂടി കിട്ടിയ സമ്മാനം സ്വീകരിക്കുകയും തൽക്കാലം ഈജിപ്തിലെ രാജാവ് തൗഹീദും ഇസ്ലാമും ഒന്നും സ്വീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും കിട്ടിയ സമ്മാനങ്ങൾ സ്വന്തമായിട്ട് വരവ് വെക്കുകയും
അതിൽ നിന്ന് സഹോദരിമാരായ ഈ 2 പെൺകുട്ടികളിലെ മാരിയ എന്ന പെൺകുട്ടിയെ മുഹമ്മദ് വെപ്പാട്ടിയായി എടുക്കുകയും മറ്റേ സഹോദരിയായ മറ്റേ പെൺകുട്ടിയെ മുഹമ്മദിൻ്റെ ഏറ്റവും വിശ്വസ്തനും മുഹമ്മദിൻ്റെ ഏറ്റവും അടുത്ത ഒരാളുമായിരുന്ന ചങ്ങാതിക്ക് സമ്മാനമായിട്ട് കൊടുത്തു. ആ ചങ്ങാതിയെക്കുറിച്ച് വളരെ ദുരൂഹത നിറഞ്ഞ ഒരുപാട് കഥകളുണ്ട്. മുഹമ്മദും അയാളും തമ്മിലുള്ള ബന്ധം വളരെ ദുരൂഹമായിരുന്നു. പലപ്പോഴും മുഹമ്മദിൻ്റെ കിടപ്പറയിലും മറ്റും അയാളെ കണ്ട് ആളുകൾ അത്ഭുതപ്പെട്ടപ്പോൾ അത് നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല, അത് ജിബ്രീലാണ് എന്ന് മുഹമ്മദ് പറയുന്ന കോമഡിയൊക്കെ ചരിത്രത്തിൽ കാണാം. അപ്പോൾ എന്തോ തരത്തിലുള്ള ഒരു ബന്ധം അയാളുമായിട്ടുണ്ടായിരുന്നു. മുഹമ്മദിന് വേണ്ടി എപ്പോഴും മുഹമ്മദിനെ പുകഴ്ത്തി കവിതകളും മറ്റും ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ഒരാളും ആയിരുന്നു ഇയാൾ. അപ്പോൾ കിട്ടിയ പെണ്ണുങ്ങളിൽ 2 ഒന്നിനെ അയാൾക്ക് സമ്മാനിക്കുകയും മറ്റേതിനെ മുഹമ്മദ് സ്വന്തമായിട്ട് എടുക്കുകയും ചെയ്തു. ഇതൊക്കെ മുഹമ്മദിൻ്റെ മദീന ജീവിതത്തിൻ്റെ ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഈ മാരിയ എന്ന അടിമപ്പെണ്ണുമായി ബന്ധപ്പെട്ട കുറേ കഥകൾ ഇതിനു മുമ്പ് പല ക്ലാസ്സുകളിലും നമ്മൾ പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട്. ഈ മാരിയ മുഹമ്മദ് വെപ്പാട്ടിയായി സ്വീകരിക്കപ്പെട്ടതിന് ശേഷം മുഹമ്മദിൻ്റെ ഭാര്യമാരുടെ അറകളിൽ വെച്ച് ഈ മാരിയയുമായി ബന്ധപ്പെടാൻ കിട്ടുന്ന അവസരങ്ങൾ മുഹമ്മദ് ഉപയോഗപ്പെടുത്തി. ഒരു ദിവസം ആയിഷയുടെ ഊഴമായിരുന്ന ദിവസം, അങ്ങനെ ഓരോ ഭാര്യമാർക്കും ഊഴം കണക്കാക്കിയിട്ട് ആയിരുന്നു പങ്കുവച്ചിരുന്നത്. ആയിഷയുടെ ഊഴമായിരുന്ന ഒരു ദിവസം മുഹമ്മദ് ഹഫ്സയുടെ അറയിൽ പോയി. എന്നിട്ട് ഹഫ്സയെ അവിടുന്ന് സൂത്രത്തിൽ എന്തോ പറഞ്ഞ് അവിടുന്ന് പറഞ്ഞയച്ചു. ഹഫ്സയുടെ വീട്ടിലേക്കോ മറ്റോ പറഞ്ഞയച്ച് ആ തഞ്ചത്തിൽ മുഹമ്മദ് മാരിയത്തിനെ വിളിച്ചു കൊണ്ടുവന്ന് ഹഫ്സയുടെ കിടപ്പറയിലിട്ട് മാരിയത്തുമായി ബന്ധപ്പെട്ടു. സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് അറബി ഭാഷയിൽ ദ്വയാർത്ഥ പ്രയോഗം എന്ന നിലക്ക് തേൻ കുടിക്കുക എന്ന് ഒരു പ്രയോഗമുണ്ട്. നബി തന്നെ പല ഹദീസുകളിലും സെക്സ് ചെയ്യുന്നതിന് തേൻ കുടിക്കുക എന്ന വാക്ക് ഉപയോഗിച്ചതായിട്ട് കാണാം. അങ്ങനെ മാരിയത്തിൻ്റെ തേൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹഫ്സ പെട്ടെന്ന് തിരിച്ചു വന്നു. ഒരു പക്ഷേ ഹഫ്സക്ക് എന്തെങ്കിലും മണം കിട്ടിയത് കൊണ്ടായിരിക്കാം ഹഫ്സ പെട്ടെന്ന് തിരിച്ചു വരികയും തേൻ കുടിക്കുന്ന രംഗം കാണുകയും ചെയ്തു. ഉടനെ ഹഫ്സ അവിടുന്ന് ഭയങ്കരമായിട്ട് ചൂടായി എന്തൊക്കെയോ പറഞ്ഞു. ഞാനായതുകൊണ്ടല്ലേ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്തത്, വേറെ ആരോടെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് ഹഫ്സയോട് പറഞ്ഞ്, നീ ഇതാരോടും പറയരുത്, ആരോടും പറയാതിരിക്കുകയാണെങ്കിൽ ഞാൻ ഇനി മേലിൽ ഇങ്ങനെയൊന്നും ചെയ്യൂല, ഇനി മേലിൽ ഞാൻ അവളെ തൊടുകയില്ല, അള്ളാഹുവാണ് സത്യം, ഞാനിനി ഈ മാരിയയുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. പക്ഷേ നീ ഈ കാര്യം ആയിഷയോടോ മറ്റാരോടോ പറയരുത്, പ്രത്യേകിച്ച് ഇന്ന് ആയിഷയുടെ ഊഴമായതുകൊണ്ട് ആയിഷയോട് ഒരിക്കലും ഇത് പറയരുത് എന്നൊക്കെ നബി അവിടുന്ന് പറയുകയും ഇവളെ തൊടില്ല എന്ന് സത്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഹഫ്സയ്ക്ക് ഇതൊന്നും പിടിച്ചില്ല. ഹഫ്സ ഉടനെ തന്നെ അവിടുന്ന് ഓടി നേരെ പോയി ആയിഷയുടെ അറയിൽ പോയിട്ട് ആയിഷനോട് കാര്യം പറഞ്ഞു. ആയിഷ ഇത് കേട്ടപാടെ, ആയിഷയാണല്ലോ, കേട്ടപാടെ പൊട്ടിത്തെറിച്ച് എല്ലാ അറയിലും ഈ ന്യൂസ് പെട്ടെന്ന് എത്തി. അങ്ങനെ മുഹമ്മദിൻ്റെ ഭാര്യമാരെല്ലാവരും കൂടെ സംഘടിച്ച് ഈ പുതിയ മണവാട്ടിപ്പെണ്ണിനെതിരായിട്ട് അവിടെ ഒരു വലിയ സംഘം ചേരലും സമരവും ബഹളവും കോലാഹലങ്ങളൊക്കെ ഉണ്ടായി. ഇതൊരു വലിയ പൊട്ടിത്തെറിച്ച സംഭവമായിട്ട് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ, മുഹമ്മദിൻ്റെ ചരിത്രത്തിൽ വായിക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ ഭാര്യമാരും കൂടെ ഒരുമിച്ച് ഈ പ്രശ്നത്തിൽ ഒന്നിച്ച് നിൽക്കുകയും മുഹമ്മദിനെതിരായിട്ട് ഒരു സമരത്തിൻ്റെ സ്വഭാവത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്തതോടുകൂടി മുഹമ്മദ് ദേഷ്യപ്പെട്ട് എല്ലാ ഭാര്യമാരെയും താൽക്കാലികമായി ഉപേക്ഷിക്കുന്നതായിട്ട് പ്രതിജ്ഞ ചെയ്യുകയും ഈ ഒരു മാസം 29 ദിവസത്തോളം ഒരു ഭാര്യയുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ പിണങ്ങി കഴിയുകയും ചെയ്തു. അത് പിന്നെ വലിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായി. മുഹമ്മദ് ഭാര്യമാരുമായിട്ടൊക്കെ പിണങ്ങി എന്നുള്ളത് നാട്ടിൽ പാട്ടായി. മുഹമ്മദ് ഭാര്യമാരെ മുഴുവൻ ഡൈവോഴ്സ് ചെയ്തിരിക്കുന്നു എന്ന് നാട്ടുകാർ പറയാൻ തുടങ്ങി. ഈ ഭാര്യമാരുടെ പിതാക്കന്മാരായ ഉമ്മർ, അബൂബക്കർ അങ്ങനെയുള്ള ആളുകളൊക്കെ അതിൽ ഇടപെടാൻ തുടങ്ങി. ഉമ്മർ വന്നിട്ട് ഉമ്മറിൻ്റെ മകളെ അടിച്ചു. ഉമ്മറിൻ്റെ മകളും ഈ ഭാര്യമാരുടെ കൂട്ടത്തിലുണ്ട്. അവളെ അടിച്ചു. മറ്റു ഭാര്യമാരെയൊക്കെ പുളിച്ച ചീത്ത പറഞ്ഞു. ചീത്ത പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഉമ്മർ പറഞ്ഞു, നിങ്ങളെ മുഴുവൻ മൊഴി ചൊല്ലിയിട്ട് നിങ്ങളെക്കാട്ടിലും നല്ല പെണ്ണുങ്ങളെ, നല്ല കന്യകകളായ പെണ്ണുങ്ങളെ മൂപ്പർക്ക് കെട്ടിച്ചു കൊടുക്കാൻ അള്ള വിചാരിച്ചാൽ കഴിയും. അതുകൊണ്ട് നിങ്ങൾ വല്ലാതെ ഞകളിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മുഹമ്മദിൻ്റെ സകല ഭാര്യമാരെയും ഒരുമിച്ച് ഉമ്മർ ചീത്ത പറയുകയും ഉമ്മറിൻ്റെ മകളായ മുഹമ്മദിൻ്റെ ഭാര്യയെ ഉമ്മർ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. നിങ്ങളെല്ലാം മൊഴി ചൊല്ലിച്ചിട്ട് അള്ളാഹു മൂപ്പർക്ക് വേറെ പെണ്ണ് കെട്ടിച്ചു കൊടുക്കുമെന്നൊക്കെ ഉമ്മർ പറഞ്ഞപ്പോൾ അപ്പുറത്തുനിന്ന് അള്ളാഹു അത് ഒളിഞ്ഞു കേട്ട്. ആ ഒളിഞ്ഞു കേട്ട
വാചകം പിന്നെ അള്ളാഹു അപ്പം തന്നെ ആയത്തായി ഇറക്കിയ കോമഡിയൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതാണ് സന്ദർഭം. ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഈ 29 ദിവസം കഴിഞ്ഞതോടുകൂടി പിന്നെ ഈ ഭാര്യമാരുമായിട്ടൊക്കെ പിണങ്ങി നിൽക്കുക എന്നുള്ളത് മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. കാരണം മുഹമ്മദിൻ്റെ അസുഖം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് മുഹമ്മദിൻ്റെ അള്ളാഹു ഇടപെട്ടു. 29ാമത്തെ ദിവസം മുഹമ്മദിൻ്റെ അള്ളാഹു ആയത്തിറക്കിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നതാണ്. ഞാൻ ഹലാലാക്കി തന്നത് നീ എന്തിനാണ് ഹറാമാക്കിയത് എന്നും പറഞ്ഞിട്ട് മാരിയത്തിനെ ഇനി തൊടൂല എന്ന് പറഞ്ഞ പ്രതിജ്ഞ അള്ളാഹു ഇവിടെ വീറ്റോ ചെയ്ത് റദ്ദാക്കുകയും മുഹമ്മദ് അത്തരത്തിൽ സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സത്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്തിട്ട് ഭാര്യമാരുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ അള്ളാഹു ഇടപെട്ടുകൊണ്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന കോമഡിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ വാക്യത്തിൻ്റെ സന്ദർഭം വിവരിച്ചുകൊണ്ട് ഇതിൻ്റെ തഫ്സീറുകൾ എഴുതിയ ആധുനിക വ്യാഖ്യാതാക്കളും പ്രത്യേകിച്ച് മലയാളത്തിലൊക്കെ തഫ്സീർ എഴുതിയ ആളുകളും ഈ സംഭവം മറച്ചു വയ്ക്കുകയും പകരം മുമ്പ് തന്നെ ഇത് മനുഷ്യനോട് പറയാൻ പറ്റാത്ത കാര്യമാണ്, നാറ്റക്കേസാണെന്ന് മനസ്സിലാക്കിയ ചില മുഫസ്സിറുകൾ ഇതിനെ സിംബോളിക്കായിട്ട് വേറൊരു കള്ളക്കഥ ഉണ്ടാക്കി അവതരിപ്പിച്ചത് എടുത്ത് പകർത്തി അതിനെ ഇതിൻ്റെ വ്യാഖ്യാനമായിട്ട് കൊടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കുറ്റനാട് മുസ്ലിയാരും അമാനി മൗലവിയും ഒക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. റാസിയുടെ തഫ്സീറിലും ഈ സംഭവം വിവരിച്ചിട്ടില്ല. മൗദൂദി ആകട്ടെ ഒരു സംഭവവും പറയാതിരിക്കുകയും സംഭവങ്ങളൊന്നും പറയാതിരിക്കാൻ ഒരു ന്യായം അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ചാടിക്കടന്നു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആധികാരികമായ പഴയ തഫ്സീറുകളിലെല്ലാം ഈ സംഭവമാണ് ഇതിൻ്റെ പശ്ചാത്തലമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കിയ കള്ളക്കഥ, സിംബോളിക്കായിട്ടുണ്ടാക്കിയ കള്ളക്കഥയിൽ തേൻ കുടിക്കുക എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ഭാര്യയുടെ വീട്ടിൽ പോയിട്ട് മുഹമ്മദ് തേൻ കുടിച്ചു, അത് മറ്റു ഭാര്യമാർ അറിഞ്ഞു, അപ്പോൾ അവർ കളിയാക്കി, അതിൻ്റെ പേരിൽ തേൻ കുടിക്കൂല എന്ന് സത്യപ്രതിജ്ഞ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുഹമ്മദിൻ്റെ ഈ ലൈംഗിക ഇടപാടിനെ തേൻകുടി എന്ന ഒരു വാക്കിലൂടെ സിംബോളിക്കായിട്ട് അവതരിപ്പിക്കുന്ന ഒരു വ്യാഖ്യാനമാണ് മറ്റുള്ളവർ കൊടുത്തിട്ടുള്ളത്. അതിനെ അക്ഷരാർത്ഥത്തിൽ എന്ന വ്യാജേന അവതരിപ്പിക്കുകയാണ് നമ്മുടെ മുഫസ്സിറുകൾ പലരും ചെയ്തിട്ടുള്ളത്. ഈ സംഭവം മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര മറച്ചു വെച്ചാലും മറയാവുന്ന രീതിയിലല്ല. ഹദീസുകളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും ഒരുപാട് രേഖകളിലും ആദ്യകാലത്തെ തഫ്സീറുകളിലും ഒക്കെ ഈ ഹഫ്സയുടെ കിടക്കയിൽ വെച്ച് മാരിയയെ ബന്ധപ്പെട്ടതും ഹഫ്സ കണ്ടതും ഹഫ്സ ചീത്ത പറഞ്ഞതും ആയിഷയോട് പോയി പറഞ്ഞതും നീ പറയാതിരുന്നാൽ ഞാൻ ഇനി ചെയ്യൂല എന്ന് പ്രതിജ്ഞ ചെയ്തതും ഒക്കെ വിവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംഭവം അതാണെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത് നാട്ടുകാരോട് പറയാൻ പറ്റാത്തൊരു നാറ്റക്കേസാണെന്ന് തോന്നിയ ആളുകൾ അതിനെ ഒന്ന് സിംബോളിക്കായിട്ട് തേൻകുടി എന്നുള്ള വേറൊരു കഥ ഉണ്ടാക്കി അവതരിപ്പിച്ചതാണ് എന്ന കാര്യം ഉറപ്പാണ്. ഇതാണ് ഇതിൻ്റെ സംഭവം. ഇവിടെ അള്ളാഹു തന്നെ മുഹമ്മദിൻ്റെ നാവ് വാടകയ്ക്കെടുത്തുകൊണ്ട് മുഹമ്മദിനെ കുറ്റം പറയുകയാണ്. നീ എന്തിനാണ് ഞാൻ നിനക്ക് ഹലാലാക്കി തന്നത് ഹറാമാക്കാനൊക്കെ പോകുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ അതൊക്കെ അനുഭവിച്ചോളൂ. ഭാര്യമാരെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അവരെ ഇഷ്ടം നോക്കിയിട്ടൊന്നും നീ ഞാൻ ഹലാലാക്കിയത് ഹറാമാക്കാനൊന്നും പോണ്ട എന്ന് പറഞ്ഞിട്ട് അള്ളാഹു മുഹമ്മദിനെ ചീത്ത പറഞ്ഞതാണ് ഈ വാക്യം. ഇനി തുടർച്ചയായി വരുന്ന അതിൻ്റെ അടുത്ത വാക്യങ്ങളിലും ഇതേ കഥ തന്നെയാണ് വരുന്നത്. നിങ്ങളുടെ ശപഥങ്ങളുടെ പരിഹാരം അള്ളാഹു നിങ്ങൾക്ക് നിയമമാക്കി തന്നിരിക്കുന്നു. അള്ളാഹു നിങ്ങളുടെ യജമാനനാകുന്നു, അവനത്രേ സർവജ്ഞനും യുക്തിമാനും. അപ്പോൾ ഇവിടെ മുഹമ്മദ് ശപഥം ചെയ്തല്ലോ, ഇനി ഞാൻ തൊടൂല എന്നുള്ളത്. അപ്പോൾ ആ ശപഥങ്ങളൊക്കെ, അങ്ങനത്തെ ശപഥങ്ങളൊക്കെ ചെയ്താൽ അത് ലംഘിക്കാൻ വേറൊരു ഉപാധി മൂപ്പര് ആദ്യം തന്നെ പല വാക്യങ്ങളിലൂടെയും പറഞ്ഞു തന്നിട്ടുണ്ട്. ശപഥം ലംഘിക്കുന്നവർക്ക് പ്രായശ്ചിത്തമായിട്ട് അടിമമോചനം, നോൽമ്പ് വൽക്കൽ, ഭക്ഷണം കൊടുക്കൽ, അങ്ങനെയുള്ള കുറേ മാർഗ്ഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലേതെങ്കിലും മാർഗം ഉപയോഗിച്ചുകൊണ്ട് ശപഥത്തിന് ഒരു പ്രായശ്ചിത്തം ചെയ്താൽ മതി, എന്നിട്ട് നീ നിൻ്റെ ശപഥം അങ്ങോട്ട് ലംഘിച്ചിട്ട് പഴയ ഏർപ്പാടുകളൊക്കെ തുടങ്ങിക്കോ എന്നാണ് അള്ളാഹു ഇവിടെ ഉപദേശിക്കുന്നത്. ഇതൊക്കെ മുഹമ്മദ് തന്നെ ഫേക്ക് ഐ ഡി ഉപയോഗിച്ച് മുഹമ്മദിനെ തന്നെ ഉപദേശിക്കുന്നതായിട്ട് മുഹമ്മദിൻ്റെ ഭാര്യമാരെയും നാട്ടുകാരെയും കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന കപട നാടകമാണ്. അതല്ലാതെ പ്രപഞ്ച സൃഷ്ടാവ് ഇങ്ങനത്തെ ഒരു നാറ്റക്കേസിന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് റെഡിമെയ്ഡ് അവിടെ തിരക്കഥയും ഡയലോഗും ഉണ്ടാക്കി വെക്കും എന്ന് പറഞ്ഞാൽ അത് ദൈവം എന്നൊരു സങ്കല്പത്തെ തന്നെ നമ്മൾ അപമാനിക്കലാണ്, ഇത്തരം വൃത്തികേടുകൾ ദൈവത്തിൻ്റെ പേരിൽ ആരോപിക്കുന്നത്. അടുത്ത വാക്യം, നബി അദ്ദേഹത്തിൻ്റെ ഭാര്യമാരിൽ ഒരാളോട് ഒരു വർത്തമാനം രഹസ്യമായി പറഞ്ഞ സന്ദർഭം, എന്നിട്ട് ആ ഭാര്യ മറ്റൊരു ഭാര്യയെ അറിയിക്കുകയും നബിക്ക് അള്ളാഹു അത് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ ചില ഭാഗം ആ ഭാര്യയ്ക്ക് അറിയിച്ചു കൊടുക്കുകയും ചില ഭാഗം വിട്ടുകളയുകയും ചെയ്തു. അങ്ങനെ അവളോട് അദ്ദേഹം അതിനെപ്പറ്റി വിവരമറിയിച്ചപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾക്ക് ആരാണ് ഈ വിവരം അറിയിച്ചു തന്നത്? നബി പറഞ്ഞു, സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമായിട്ടുള്ളവനാണ് എനിക്ക് വിവരമറിയിച്ചു തന്നത്. ഹഫ്സ നേരെ ഓടിപ്പോയി ആയിഷയോട് കാര്യം പറഞ്ഞു. ആയിഷയോട് പറയരുത് എന്നാണ് ആദ്യം ഹഫ്സയോട് മുഹമ്മദ് ആവശ്യപ്പെട്ടത്. കാരണം അന്ന് ആയിഷയുടെ ഊഴമായിരുന്നു.
പക്ഷേ അവളതൊന്നും കേൾക്കാൻ നിന്നില്ല. നേരെ ഓടിപ്പോയിട്ട് ആയിഷയോട് പറഞ്ഞു. ആയിഷ അത് എല്ലാ അറയിലും ന്യൂസ് എത്തിച്ചു. അങ്ങനെ ഒരു ഭാര്യ വേറൊരു ഭാര്യയോട്, പിന്നെ അവൾ വേറൊരു ഭാര്യയോട് അങ്ങനെ കൈമാറി. ഈ വാർത്ത എല്ലായിടത്തും എത്തി. അതിൽ ഒരുത്തി വേറൊരുത്തിനോട് പറഞ്ഞ ചില കാര്യങ്ങൾ, രഹസ്യങ്ങൾ വേറൊരുത്തി മുഹമ്മദിന് ചോർത്തി കൊടുത്തിട്ടുണ്ടാവും. ആ ചോർത്തി കൊടുത്ത ഏഷണിയാണ് ഇവിടെ അള്ളാഹു അറിയിച്ചു എന്നും പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ഇടപെടുന്നത്. നിങ്ങൾ ഈ വാചകം ഒന്ന് വായിച്ചിട്ട്, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവം ലോകാവസാനം വരേക്ക് ഒരു വേദഗ്രന്ഥം ഇറക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി തയ്യാറാക്കി വെച്ച സ്ക്രിപ്റ്റും തിരക്കഥയുമാണ് ഇത് എന്നൊന്ന് സങ്കല്പിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ ആ ദൈവത്തിൻ്റെ നിലവാരം എന്ത് എന്നും ഒന്ന് ആലോചിച്ച് നോക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. മുഹമ്മദിൻ്റെ ഡസൻ കണക്കിന് ഭാര്യമാരും വെപ്പാട്ടികളും ഉള്ളതിൽ ഒരു വെപ്പാട്ടിയെ മറ്റൊരു ഭാര്യയുടെ കടപ്പറയിൽ വെച്ച് മുഹമ്മദ് എന്തോ ചെയ്തു. അത് കണ്ടുകൊണ്ട് ആ ഭാര്യ വന്നു. അപ്പോൾ ഊഴമുള്ള ഭാര്യയോട് പോയിട്ട് ആ കാര്യം പറഞ്ഞു. എന്നിട്ട് അവൾ വേറൊരു ഭാര്യയോട് അത് പോയി പറഞ്ഞു. അപ്പറഞ്ഞ അത് കേട്ട ഭാര്യ വേറൊരു ഭാര്യനോട് പറഞ്ഞു. അതിലൊരുത്തി മുഹമ്മദിനെ ദേഷ്യം കൂട്ടിക്കൊടുത്തു. എന്നിട്ട് മുഹമ്മദ് അങ്ങനെ കിട്ടിയ വാർത്ത വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ ഫെയ്ക്കടി വെച്ചുകൊണ്ട് ആ ഭാര്യമാരെ മൊത്തത്തിൽ ചീത്ത പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചതാണ് ഈ വാചകം. നബി അദ്ദേഹത്തിൻ്റെ ഭാര്യമാരിൽ ഒരാളോട് ഒരു വർത്തമാനം രഹസ്യമായി പറഞ്ഞു. എന്നിട്ട് ആ ഭാര്യ അത് മറ്റൊരു ഭാര്യയെ അറിയിച്ചു. എന്നിട്ട് നബി അത് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തപ്പോൾ അവിടെ ചിലത് അദ്ദേഹം ആ ഭാര്യയ്ക്ക് അറിയിച്ചു കൊടുത്തു. അപ്പോൾ ചില കാര്യം വിട്ടുപോയി. അങ്ങനെ അവളോട് അത് പറഞ്ഞപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളോടാരാണ് പറഞ്ഞത് എന്ന് ഓള് ചോദിച്ചു. അങ്ങനെ ഓള് ചോദിച്ചപ്പോൾ അതൊക്കെ എനിക്ക് അള്ള പറഞ്ഞതാണ് എന്ന് മൂപ്പര് പറഞ്ഞു എന്നൊക്കെ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് അള്ള എഴുതി വെച്ചിരിക്കുകയാണ് ഡയലോഗ്. അള്ള തന്നെയാണ് ഈ നാടകം മുഴുവൻ സ്ക്രിപ്റ്റ് തയ്യാറാക്കി പ്ലാൻ ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനത്തെ ഒരു നാറ്റക്കേസിന് ഈ ജാതി നിലവാരം കുറഞ്ഞ ഡയലോഗൊക്കെ ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ള ലൗഹുൽ മഹ്ഫൂദിൽ നേരത്തെ എഴുതി വെച്ചു എന്നൊക്കെ വിശ്വസിക്കണമെങ്കിൽ അത് വിശ്വസിക്കുന്നവരുടെ തലച്ചോറ് എത്രമാത്രം ഈ അന്ധവിശ്വാസത്തിൽ പെട്ട് മരവിച്ചു പോയിട്ടുണ്ടാകും എന്ന് ആലോചിച്ച് സഹതപിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. 4-ാമത്തെ വാക്യം, നിങ്ങൾ രണ്ടുപേരും അള്ളാഹുവിങ്കിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നുവെങ്കിൽ, കാരണം നിങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയങ്ങൾ ചാഞ്ഞുപോയിരിക്കുന്നു. ഇനി നിങ്ങൾ ഇരുവരും അദ്ദേഹത്തിനെതിരിൽ പരസ്പരം സഹകരിക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹുവാകുന്നു അദ്ദേഹത്തിൻ്റെ യജമാനൻ. ജിബ്രീലും സദ്വൃത്തരായ സത്യവിശ്വാസികളും അതിനു പുറമെ മലക്കുകളും അദ്ദേഹത്തിന് സഹായികളായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ആയിഷയും അഫ്സയും എന്ന രണ്ട് ഭാര്യമാരെ ഇവിടെ അള്ളാഹു ഭീഷണിപ്പെടുത്തുകയാണ്. മലക്കുകളിൻ്റെ കൂടെയാണ്, നാട്ടുകാരിൻ്റെ കൂടെയാണ്, ഓരൊക്കെ നിങ്ങളെ നബിൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മര്യാദക്ക് നിന്നോളൂ. നിങ്ങൾ ഇനി അങ്ങനെ സഹകരിച്ചു കൊണ്ട് നബിക്കെതിരായിട്ട് തിരിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രപഞ്ച സൃഷ്ടാവ് ഇവിടെ വന്നിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് മുഹമ്മദിൻ്റെ ഭാര്യമാരെ. പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഒരു നിലവാരവും അയാളുടെ ഒരു ഗതികേടും ആലോചിച്ച് നോക്കുക. 10 കൊല്ലം മൂപ്പർക്ക് ഇതായിരുന്നു പണി. പ്രപഞ്ചം മുഴുവൻ നോക്കി നടക്കേണ്ട പടച്ചോനെ പിടിച്ചുകൊണ്ടുവന്നിട്ട് മുഹമ്മദിൻ്റെ അറകളിൽ ഏർപ്പാടാക്കി. അറകളിൽ നടക്കുന്ന വഴക്കും വക്കാണവും തീർക്കാനും ചക്കുളത്തിപ്പൂരി തീർക്കാനും അവിടെ ഏഷണി പറയുന്നത് ചോർത്തി കൊടുക്കാനും ഒക്കെ ആയിട്ട്. ഇതായിരുന്നു പ്രപഞ്ച സൃഷ്ടാവിൻ്റെ 10 കൊല്ലത്തെ പണി എന്നർത്ഥം. 5-ാമത്തെ വാക്യം, നിങ്ങളെ അദ്ദേഹം വിവാഹമോചനം ചെയ്യുന്ന പക്ഷം നിങ്ങളെക്കാൾ നല്ലവരായ ഭാര്യമാരെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് പകരം നൽകിയേക്കാം. മുസ്ലിങ്ങളും സത്യവിശ്വാസിനികളും ഭയഭക്തി ഉള്ളവരും പശ്ചാത്താപമുള്ളവരും ആരാധനാനിരതരും വ്രതമനുഷ്ഠിക്കുന്നവരും വിധവകളും കന്യകകളുമായ സ്ത്രീകളെ. ഇതാണ് മുഹമ്മദ് ഉമ്മറിൻ്റെ വാക്കുകൾ കേട്ടിട്ട് അള്ളാഹുവിൻ്റെ പേരിൽ അവതരിപ്പിച്ച കോമഡി. ഉമ്മർ ഈ സമയത്ത് ഭാര്യമാരുമായി മുഹമ്മദ് പിണങ്ങി നിൽക്കുകയും വീട്ടിൽ വലിയ കച്ചറുണ്ടാവുകയും ചെയ്ത സമയത്ത് മുഹമ്മദിൻ്റെ ഭാര്യമാരെ മുഴുവൻ ചീത്ത പറയാൻ വേണ്ടി വന്നു. സ്വന്തം മകളെ അടിച്ചു. ആ സമയത്ത് എല്ലാ ഭാര്യമാരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഉമ്മർ പറഞ്ഞ വാക്യമാണ് ഇത്. നിങ്ങളെല്ലാവരെയും മൊഴി ചൊല്ലിച്ചിട്ട് മൂപ്പരെ കൊണ്ട് വേറെ നല്ല പെണ്ണുങ്ങളെ കെട്ടിക്കാൻ അള്ളാഹു വിചാരിച്ചാൽ കഴിയും, ഞങ്ങളൊക്കെ വിചാരിച്ചാൽ കഴിയും. അതുകൊണ്ട് മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോളിയും എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദിൻ്റെ ഭാര്യമാരെ ഉമ്മർ വന്ന് ഭീഷണിപ്പെടുത്തി. ഉമ്മറിൻ്റെ ഈ ഭീഷണി വാക്യങ്ങൾ ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു അപ്പുറത്ത് അള്ളാഹു. അത് കേട്ടപാടെ ഇത് കുഴപ്പമില്ല, ഇതൊരായത്താക്കിയ കൊള്ളാം എന്ന് തോന്നി. അപ്പം തന്നെ അള്ളാഹു ചാടി ഇറങ്ങി ആയത്തിറക്കി. നിങ്ങളെല്ലാവരെയും മൊഴിയൊല്ലിച്ചിട്ട് മൂപ്പരെ കൊണ്ട് ഞാൻ വേറെ മുന്തിയ പെണ്ണുങ്ങളെ കെട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു മുഹമ്മദിൻ്റെ ഭാര്യമാരെ ഭീഷണിപ്പെടുത്തുന്നതാണ് ഇത്. ഉമ്മർ പറഞ്ഞു കിടക്കാറുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞതൊക്കെ അള്ളാഹിൻ്റെ ആയത്തായിട്ട് ഖുർആനിൽ ഒരുപാട് വന്നിട്ടുണ്ട് എന്ന്. അതിൽപ്പെട്ട ഒന്നായിട്ട് ഉമ്മർ തന്നെ പരസ്യമായി പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആയത്താണ് ഇത് എന്ന് ബുഖാരിയിലും മുസ്ലിമിലും മറ്റു ചരിത്രങ്ങളിലും തഫ്സീറുകളിലൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. 6-ാമത്തെ വാക്യം, വിശ്വാസികളെ, സ്വദേഹങ്ങളെയും നിങ്ങളുടെ ബന്ധുക്കളെയും മനുഷ്യരും കല്ലുകളും ഇന്ധനമായിട്ടുള്ള നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കുക.
അതിൻ്റെ മേൽനോട്ടത്തിന് പരുഷ സ്വഭാവമുള്ളവരും അതിശക്തന്മാരുമായ മലക്കുകൾ ഉണ്ടായിരിക്കും. അള്ളാഹു അവരോട് കൽപ്പിച്ച കാര്യത്തിൽ അവനോടവർ അനുസരണക്കേട് കാണിക്കുകയില്ല. അവരോട് കൽപ്പിക്കപ്പെടുന്നത് എന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ നരകത്തിൽ നിങ്ങളെപ്പോലെയുള്ള പെണ്ണുങ്ങളെയൊക്കെ വിറകാക്കി വെക്കും അള്ളാഹു, എന്നിട്ട് കത്തിക്കുമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ കല്ലുകളെയും കത്തിക്കും. നരകത്തിൽ അള്ളാഹു വിറകാക്കി വെക്കുന്നത് മനുഷ്യരെയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ചാത്തുപോയ കുറച്ച് ആൾക്കാരും പിന്നെ അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരുന്ന കുറച്ച് ആൾക്കാരും ഒഴിച്ച് ബാക്കി മനുഷ്യകുലത്തിലുള്ള ബഹുഭൂരിപക്ഷം മനുഷ്യരെയും വിറകാക്കിയിട്ട് കത്തിക്കുന്ന നരകത്തെക്കുറിച്ച് പറഞ്ഞാണ് ഇവിടെ പേടിപ്പിക്കുന്നത്. അവിടെ കത്തിക്കാനും അവിടെയുള്ള മറ്റ് ഏർപ്പാടുകൾ ചെയ്യാനൊക്കെ അവിടെ ശക്തരായ അനുസരണശീലമുള്ള മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവിടെ നിങ്ങളെ കത്തിക്കും, നിങ്ങളെ കൂടെ കല്ലുകളെയും കത്തിക്കുന്നുണ്ട്. ഈ കല്ലുകളെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആധികാരികമായ വ്യാഖ്യാനം, മുഹമ്മദ് പറഞ്ഞു കൊടുത്ത വ്യാഖ്യാനം ഈ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർ ദൈവങ്ങളായി ആരാധിക്കാൻ വേണ്ടി ഉപയോഗിച്ച കല്ലുകളെയാണ് കത്തിക്കുക എന്നുള്ളത്. കാരണം അറേബ്യയിലൊക്കെ ആ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ വസ്തു എന്ന് പറയുന്നത് കല്ലുകളായിരുന്നു. അപ്പോൾ ഒരു നല്ല കല്ല് കണ്ടാൽ അതിനെ ദൈവമായിട്ട് എടുത്തു വെക്കുക, വേറെ 2-3 കല്ലെടുത്തിട്ട് അടുപ്പും കൂട്ടുക എന്നുള്ളതായിരുന്നു ഈ നാടോടികളായ അറബികളുടെ പ്രധാന ശീലം എന്ന് അറബികളുടെ ചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആരാധനയ്ക്ക് വെച്ചിരുന്ന കല്ലുകൾ, അങ്ങനെയുള്ള കല്ലുകളെയാണ് നരകത്തിലെ വിറകാക്കുക. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെയും നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെയും നരകത്തിലിട്ട് കത്തിക്കും, വിറകാക്കി കത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മുമ്പ് പല ക്ലാസ്സുകളിലും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അക്കണക്കിനാണെങ്കിൽ ഇന്ത്യയിൽ നിന്നൊക്കെ ടൺ കണക്കിന് വിറക് അള്ളാഹുവിന് നരകത്തിലിട്ട് കത്തിക്കാനായിട്ട് കിട്ടും. കാരണം ഇഷ്ടംപോലെ കല്ലുകൾ, മനുഷ്യർ ആരാധിച്ചുകൊണ്ടിരുന്ന കല്ലുകൾ ഇന്ത്യയിലൊക്കെ ലഭ്യമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് പല ഭാഗത്തും മനുഷ്യർ ആരാധനയ്ക്ക് പലതരത്തിലുള്ള കല്ലുകളും കല്ലുകളിൽ കൊത്തിവെച്ച ശില്പങ്ങളുമൊക്കെ ദൈവങ്ങളുടെ പ്രതീകങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെല്ലാം അള്ളാഹു അവിടെ കൊണ്ടുപോയിട്ട് കത്തിക്കും. കൂട്ടത്തിൽ അജറുൽ അസ്വദ് കത്തിക്കുകയോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. കാരണം അജറുൽ അസ്വദിനെ മുത്തിയാൽ നമ്മളെ പാപമൊക്കെ വലിച്ചെടുക്കുമെന്നാണ് ഈ കഥാപുസ്തകം പറയുന്നത്, ഈ കഥ പറയുന്നത്. അതുകൊണ്ട് ആ കല്ലിനെ ആരാധിച്ചാലും കുഴപ്പമുണ്ടാവില്ല. ബാക്കിയുള്ള മറ്റുള്ളവർ അള്ളാഹു അല്ലാത്ത പടച്ചവന്മാരുടെ പ്രതീകങ്ങളായിട്ട് ആരാധിക്കപ്പെട്ട കല്ലുകളാണ് ഇവിടെ കത്തിക്കപ്പെടുക എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത് ഗന്ധകമാണ്, സൾഫറാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചവരുണ്ട്. വേറെ ചിലർ ആധുനിക കാലത്ത് സിന്ധാനി പ്രോജക്റ്റിൻ്റെ ശേഷം പടച്ചോൻ 1400 കൊല്ലം മുമ്പ് തന്നെ കൽക്കരി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഇതിനെ വ്യാഖ്യാനിക്കാൻ പോയവരുമുണ്ട്. CN അഹമ്മദ് മൗലവിയൊക്കെ കൽക്കരി എന്നും പറഞ്ഞിട്ട് ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് ഇതിലെ അത്ഭുതം കുറയ്ക്കാൻ ശ്രമിച്ചതുണ്ട്. അതിനെ കൂറ്റനാടും മമാനി മൗലവിയൊക്കെ കണക്കിന് ചീത്ത പറയുന്നുണ്ട്. CN അഹമ്മദ് മൗലവി കഫറാണ്, മുനാഫിക്കാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉദാഹരണമായിട്ട് അദ്ദേഹം ഈ നരകത്തിൽ കത്തുന്ന കല്ല് കൽക്കരിയാണ് എന്ന് പറഞ്ഞതിനെയൊക്കെ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ സിന്ധാനി പ്രോജക്റ്റ് വന്നതിന് ശേഷം ഇങ്ങനെയുള്ള നരകത്തിലും സ്വർഗത്തിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശാസ്ത്രമാക്കാൻ വേണ്ടി ഇവരെടുത്ത് ഉപയോഗിച്ചിട്ടുമുണ്ട്. പക്ഷേ അന്ന് അമാനി മൗലവി പോലുള്ളവർ തഫ്സീർ എഴുതിയിട്ടില്ല എന്നതുകൊണ്ടും അവരതിലത്ര കാര്യമായി ഗൗനിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടും അവർ ഇങ്ങനെ വ്യാഖ്യാനിച്ചവരെ ചീത്ത പറയുകയാണ് ചെയ്തത്. പക്ഷേ ഇന്നാണെങ്കിൽ ഈ അമാനി മൗലവിയുടെയൊക്കെ അനുയായികൾ തന്നെ ആ തഫ്സീറൊക്കെ മടക്കി വെച്ചിട്ട് ഇങ്ങനെയുള്ള സ്വർഗത്തിലും നരകത്തിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശാസ്ത്രമാക്കി കടഞ്ഞ് അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഖുർആൻ നിറയെ ശാസ്ത്രമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത് മുഹമ്മദിൻ്റെ അനുസരണക്കേട് കാണിച്ച ഭാര്യമാരെ, മുഹമ്മദിൻ്റെ തോന്നിയാസങ്ങളെ ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വന്ന ഭാര്യമാരെ സംഘടിതമായി ചീത്ത പറയാനും പേടിപ്പിക്കാനും വേണ്ടി, ഭീഷണിപ്പെടുത്താനും വേണ്ടി പറഞ്ഞതാണ് ഈ നരകവും മലക്കും വിറകുമൊക്കെ. അടുത്ത വാക്യം 7. കാഫറുകളെ, നിങ്ങൾ ഇന്ന് ഒഴിവ് കഴിവൊന്നും പറയണ്ടോ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് മാത്രമാണ് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത്. അവിടെ നരകത്തിലിട്ട് കത്തിക്കുമ്പോൾ പലരും ഒഴിവ് കഴിവ് പറയും, ഞങ്ങൾക്ക് കുറച്ചു നേരം കൂടെ സമയം തരുമോ, കുറച്ച് കാലം കൂടെ സമയം തരുമോ, ഞങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾക്കൊരു മാപ്പ് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് അതും ഇതും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. സമയം കഴിഞ്ഞു മക്കളെ, ഇനി നിങ്ങൾ നരകത്തിൽ കിടന്ന് കത്തിക്കുമോ എന്ന് തന്നെ പറയും. അങ്ങനെ വല്ല ക്ഷമ പറയാനോ അല്ലെങ്കിൽ പശ്ചാത്തപിക്കാനോ പ്രായശ്ചിത്തം ചെയ്യാനൊക്കെ ഒരുക്കമുണ്ടെങ്കിൽ അത് ഇവിടെ ചെയ്തോളൂ, അല്ലാതെ അവിടെ വെച്ചിട്ട് അതിനൊന്നും മെനക്കെട്ടിട്ട് കാര്യം ഉണ്ടാവില്ലോ എന്നും കൂടെ പറഞ്ഞിട്ട് പേടിപ്പിക്കുകയാണ്. 8ാമത്തെ വാക്യം. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിങ്കിലേക്ക് നിഷ്കളങ്കമായ പശ്ചാത്താപം കൈക്കൊണ്ട് മടങ്ങുക. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം.
അള്ളാഹു പ്രവാചകനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും അപമാനിക്കാത്ത ദിവസത്തിൽ അവരുടെ പ്രകാശം അവരുടെ മുന്നിലൂടെയും വലതുവശങ്ങളിലൂടെയും സഞ്ചരിക്കും. അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ പ്രകാശം ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ച് തരികയും ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ചെയ്യണമേ. തീർച്ചയായും നീ ഏതു കാര്യത്തിലും കഴിവുള്ളവനാകുന്നു. ഇവിടുന്ന് എന്ത് പാപം ചെയ്താലും അതിനൊക്കെ ഒരു പ്രായശ്ചിത്തം ചെയ്യുകയോ അല്ലെങ്കിൽ മാപ്പ് ചോദിക്കുകയോ ചെയ്താൽ, തൗബ ചെയ്യുകയോ ചെയ്താൽ അവിടെ അള്ളാഹു പൊറുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഓഫർ തന്നെ പാപമോചനമാണ്, പൊറുക്കലാണ്. ആ പൊറുക്കൽ കിട്ടും. നിങ്ങൾ മര്യാദക്ക് ഇവിടുന്ന് ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞിട്ട് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോ എന്ന് മുഹമ്മദ് തൻ്റെ ഭാര്യമാരോട് ഭീഷണി മുഴക്കുന്നത് തൻ്റെ തുടർച്ചയാണ് ഇതും. 9. ഓ നബി, കാഫറുകളോടും മുനാഫിക്കുകളോടും നീ സമരം ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. അവരുടെ സങ്കേതം നരകമാകുന്നു. എത്തിച്ചേരാനുള്ള ആ സ്ഥലം എത്രയോ ചീത്ത. ഈ കാഫ്രീങ്ങളും മുനാഫിക്കുകളുമായിട്ടുള്ള ആളുകളോട് വളരെ പരുഷമായിട്ട് പെരുമാറണമെന്നും അവരെ ആക്രമിക്കണമെന്നും അവരോട് യുദ്ധം ചെയ്യണമെന്നും ഇവിടെ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. മുഹമ്മദിൻ്റെ ഭാര്യമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കുത്തുവാക്ക് പോലെ ഇത് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളൊക്കെ കാഫറുകളോ അല്ലെങ്കിൽ മുനാഫിക്കുകളോ ആണെങ്കിൽ നിങ്ങൾക്കെതിരെ പരുഷമായ പെരുമാറ്റവും കടുത്ത ശിക്ഷയും ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ പരലോകത്ത് എന്നാൽ നിങ്ങളെ നരകത്തിലെ വിറകുമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുകയാണ്. അമാനി മൗലവി ഇതിനെക്കുറിച്ച് എഴുതി വെച്ചത് ഇങ്ങനെയാണ്: അവിശ്വാസികൾ പ്രത്യക്ഷത്തിൽ തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കളാവുക കൊണ്ട് അവരോടുള്ള സമരം ന്യായങ്ങളും തെളിവുകളും മുഖേന മതിയാവുകയില്ല. ആയുധങ്ങളും സംഘടനകളും ആവശ്യമായിരിക്കും. എന്നാൽ കപടവിശ്വാസികൾ ബാഹ്യത്തിൽ മുസ്ലിങ്ങളാവുക കൊണ്ട് അവരോടുള്ള സമരം നീതിന്യായങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലും അവരിൽ ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്നത് മുഖേനയുമായിരിക്കും. രണ്ടു കൂട്ടരോടും സൗമ്യ നയവും വിട്ടുവീഴ്ചയും കാണിക്കുന്ന പക്ഷം അവർ ആ തക്കം ഇസ്ലാമിനെതിരായി ഉപയോഗപ്പെടുത്തുകയാണല്ലോ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് സൗമ്യമായി പെരുമാറാൻ പാടില്ല, പരുഷമായി പെരുമാറണം, ആക്രമിക്കണം എന്ന് പറഞ്ഞതിന് ന്യായീകരിക്കുകയാണ് ഇവിടെ. ഇത് ഇസ്ലാം പ്രയോഗിച്ച് വന്നിട്ടുള്ള രീതിശാസ്ത്രമാണ്, സ്വഭാവമാണ്. അത് മറ്റുള്ളവരിൽ ഇവിടെ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ഇസ്ലാമിന് ന്യായമായ യുക്തി അവതരിപ്പിച്ചുകൊണ്ടും തെളിവുകൾ അവതരിപ്പിച്ചുകൊണ്ടും ബോധ്യപ്പെടുത്തുക എന്ന ഏർപ്പാടില്ല. മറിച്ച് സൗമ്യമായും മാന്യമായും ജനാധിപത്യപരമായും ഇങ്ങോട്ട് പെരുമാറുന്ന ആളുകളെ അവരുടെ നന്മകളെ അവരുടെ ദൗർബല്യമായി കണ്ട് ചൂഷണം ചെയ്യുകയും അതിലൂടെ നുഴഞ്ഞു കയറി അവർക്ക് തന്നെ പാരവെക്കുകയും അവരുടെ ആ നന്മയ്ക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന വൃത്തികേടാണ് ഇസ്ലാം മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. ലോകമെമ്പാടും മുസ്ലിം ലോകം ഇസ്ലാമിനെ വികസിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു വൃത്തികെട്ട തന്ത്രവും അത് തന്നെയാണ്. മറ്റുള്ളവരുടെ സൗമനസ്യവും അവരുടെ ജനാധിപത്യ ബോധവും അവരുടെ വിശാല മനസ്കതയും അവരുടെ ലിബറലിസവും ഒക്കെ അവരുടെ ദൗർബല്യമായി കണ്ട് അത് മുതലെടുത്തുകൊണ്ട് ആ ഗ്യാപ്പിലൂടെ നുഴഞ്ഞു കയറി അവിടെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ തന്നെ കടക്ക് കത്തിവെച്ചുകൊണ്ട് അവിടെ ഇസ്ലാമിൻ്റെ ഫാസിസം നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്നതാണ് ലോകത്ത് ഇന്നുവരെ ഇസ്ലാം ചെയ്തിട്ടുള്ളത്. ആ വൃത്തികേട് അവിശ്വാസികളുടെ നേരെ ആരോപിച്ചുകൊണ്ട് അവർക്കെതിരെ നടത്തുന്ന അക്രമത്തെ ന്യായീകരിക്കാനാണ് ഇവിടെ അമാനി മൗലവിയും കൂട്ടരും ഇത്തരത്തിലുള്ള ന്യായീകരണം എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ നരകത്തിലെ കല്ലുകളെക്കുറിച്ച്, നരകത്തിലെ ഇന്ധനമായി കല്ലുകൾ കൂടി ഉപയോഗിക്കുമെന്ന് പറഞ്ഞതിനെക്കുറിച്ച് അമാനി മൗലവി CN അഹമ്മദ് മൗലവിയെ ചൂണ്ടിക്കൊണ്ട് എഴുതിയ കുറച്ച് കുറ്റപ്പെടുത്തലുകൾ ഞാൻ വായിക്കാം. കൽക്കരിയാണ് ഇതുകൊണ്ട് ഉദ്ദേശ്യമെന്നും കൽക്കരിയെപ്പറ്റി അറിയപ്പെടാതിരുന്ന ഒരു കാലത്ത് തന്നെ ഖുർആൻ അതിനെപ്പറ്റി പ്രസ്താവിച്ചത് അതിൻ്റെ അമാനുഷികതയ്ക്ക് ഒരു ദൃഷ്ടാന്തമാണെന്നും ആധുനികരായ ചില ആളുകൾ എഴുതി കാണുന്നു. നരകാഗ്നിയും ഇവിടുത്തെ അഗ്നിയും ഒരുപോലെയാണെന്ന നിഗമനത്തിൽ നിന്നും കൽക്കരിയേക്കാൾ കടുപ്പമേറിയതും നമുക്കറിയാത്തതുമായ മറ്റെന്തെങ്കിലും കല്ലുകളാൽ കത്തിക്കപ്പെടാവുന്ന ഏറ്റവും ശക്തിയേറിയ ഒരു അഗ്നിയെക്കുറിച്ച് വിഭാവനം ചെയ്യാൻ കഴിയാത്തതിൽ നിന്നും ഉടലെടുക്കുന്നതാണ് ഈ പ്രസ്താവന എന്ന് പറയേണ്ടിയിരിക്കുന്നു. 13 നൂറ്റാണ്ട് കാലത്തോളം ഒരാൾക്കും ഉദ്ദേശം മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരു വാക്ക് ഖുർആനിലുണ്ടായിരുന്നു. കൽക്കരി കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായത്. അതും ഇവർക്ക് മാത്രമേ മനസ്സിലായുള്ളൂ എന്നൊക്കെയാണല്ലോ ഇതിൻ്റെ പിന്നിലുള്ളത്. ഇത് വാസ്തവത്തിൽ നരകാഗ്നിയെ അല്ല ഖുർആനിനെ തന്നെയും കുറച്ച് കാണിക്കലായിരിക്കും. ഇതാണ് CN അഹമ്മദ് മൗലവിയെ പോലെയുള്ള ആധുനിക വ്യാഖ്യാതാക്കൾ നരകത്തിലെ വിറകായി കത്തിക്കുന്ന കല്ല് കൽക്കരിയാണ് എന്ന് വ്യാഖ്യാനിച്ചതിനെ പരിഹസിച്ചുകൊണ്ടും അപഹസിച്ചുകൊണ്ടും അമാനി മൗലവി എഴുതി വെച്ചത്. എന്നാൽ ഇന്ന് ഈ അമാനി മൗലവിയുടെ അനുയായികൾ തന്നെയാണ് ഈ പണി ഏറ്റവും കൂടുതൽ
ചെയ്തുകൊണ്ടിരിക്കുന്നത് സിന്ധാനിയും കൂട്ടരും തുടങ്ങി വെച്ച ഈ ഏർപ്പാടാണ് ഇന്ന് ലോകമെമ്പാടും ഈ മതം തിരികെ കയറ്റാനും ഈ മതം പ്രചരിപ്പിക്കാനും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട നുണപ്രചാരണ രീതിയുടെ ഭാഗമാണ് ഈ ശാസ്ത്രം കടയിൽ. അതിൽ CN അഹമ്മദ് മൗലവി അന്ന് പെട്ടുപോയി. അദ്ദേഹം എല്ലാത്തിനും വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിലെയും അത്ഭുതങ്ങൾ ഇല്ലാതാക്കിയിട്ട് അതിനെയൊക്കെ ഭൗതിക ശാസ്ത്രവുമായി യോജിപ്പിക്കാൻ വേണ്ടി ഇതുപോലുള്ള കസർത്തുകൾ നടത്തിയിട്ടുണ്ട്. അതിന് അദ്ദേഹത്തെ അമാനി മൗലവി കുറ്റം പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ വായിച്ചത്. പക്ഷേ പിന്നീട് സിന്ധാനി പ്രോജക്റ്റുമായി ലോകത്തെല്ലായിടത്തും ഇസ്ലാം പ്രചരിപ്പിക്കാൻ നടന്നവർ ഈ അമാനി മൗലവി CNN-നെതിരായിട്ട് പറഞ്ഞ ഇതേ കുറ്റകൃത്യമാണ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കുറ്റകൃത്യം ചെയ്തുകൊണ്ടാണ് ഇസ്ലാമിനെ ലോകമാകെ പ്രചരിപ്പിക്കാനും ഇസ്ലാമിനെ ആധുനിക വിജ്ഞാനത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിർത്താനും ഈ കപട മതക്കച്ചവടക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. 10ാമത്തെ വാക്യം. കാഫറുകൾക്ക് ഉദാഹരണമായി നൂഹിൻ്റെ ഭാര്യയെയും ലൂത്തിൻ്റെ ഭാര്യയെയും അള്ളാഹു ഇതാ എടുത്തു കാണിച്ചിരിക്കുന്നു. അവർ രണ്ടുപേരും നമ്മുടെ ദാസന്മാരിൽപ്പെട്ട സദ്വൃത്തരായ 2 ദാസന്മാരുടെ കീഴിലായിരുന്നു. എന്നിട്ട് അവരെ രണ്ടുപേരെയും ഇവർ വഞ്ചിച്ചു കളഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് യാതൊന്നും അവർ രണ്ടുപേരും ഇവർക്ക് ഒഴിവാക്കി കൊടുത്തില്ല. നിങ്ങൾ രണ്ടുപേരും നരകത്തിൽ കടക്കുന്നവരോടൊപ്പം കടന്നുകൊള്ളുക എന്ന് പറയപ്പെടുകയും ചെയ്തു. അപ്പോൾ പ്രവാചകൻ്റെ ഭാര്യമാരാണ് എന്നതുകൊണ്ട് നിങ്ങളാരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തി ഭാര്യമാരെ ഒന്നുകൂടെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പഴങ്കഥ എടുത്ത് വീശുകയാണ് അവിടെ ലൂത്തിൻ്റെ കഥയിലും നോഹിൻ്റെ കഥയിലും അവരുടെ ഈ 2 പ്രവാചകന്മാരുടെയും ഭാര്യമാരായ കഥാപാത്രങ്ങൾ തന്നെ വില്ലത്തികളായിട്ടുണ്ടായിരുന്നു. ഈ പ്രവാചകന്മാർക്കെതിരായിട്ട് പ്രവർത്തിച്ചവരായിരുന്നു അവരെന്നാണ് ബൈബിൾ കഥയിൽ നിന്ന് പൊട്ടും പൊടിയും കേട്ടറിഞ്ഞ മുഹമ്മദ് മനസ്സിലാക്കിയത്. ആ കഥയാണ് ഇവിടെ വെച്ച് കാച്ചുന്നത്. ലോത്തിൻ്റെ ഭാര്യ ലോത്തിനെതിരായിട്ട് എന്തൊക്കെയോ പ്രവർത്തിച്ചു എന്നും പറഞ്ഞിട്ട് ആ ലോത്തിൻ്റെ ഭാര്യയെ ഇവിടുന്ന് തന്നെ ശിക്ഷിച്ചു എന്നാണ് കഥയിലുള്ളത്. ലോത്തിൻ്റെ ഭാര്യ ഒരു പാറയാക്കിയിട്ട് അവിടെ നിർത്തിയെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് ലോത്തിൻ്റെ ഭാര്യയൊക്കെ നിൽക്കുന്നത് സീനാ മരുഭൂമിയിൽ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഉയർന്നു നിൽക്കുന്ന ഒരു പാറക്കഷ്ണം, പാറയല്ല ഒരു കുന്ന്, അതാണ് ലോത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത്. ആ ലോത്തിൻ്റെ ഭാര്യയുടെ കഥയും പിന്നെ നൂഹിൻ്റെ ഭാര്യ, നൂഹ് കപ്പലുണ്ടാക്കുന്ന സമയത്ത് നൂഹിൻ്റെ ഭാര്യ ഇയാൾക്ക് വട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി എന്നാണ് ഒരു കേസ്. ആ നൂഹിൻ്റെ ഭാര്യയും വഴി വഴച്ചവളാണെന്ന് പറഞ്ഞിട്ട് അവളെയും ഈ അള്ളാഹു പിടിച്ചിട്ട് നരകത്തിലിടുമെന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നബീൻ്റെ ഭാര്യമാരാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു ഇളവും കിട്ടൂല. കാരണം നൂഹിൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയിട്ടില്ല, ലൂത്തിൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയിട്ടില്ല, മര്യാദക്കിരുന്നോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതാണ്. 11. വിശ്വാസികൾക്ക് ഒരു ഉപമയായി അള്ളാഹു ഫിർഔൻ്റെ ഭാര്യയെ എടുത്തു കാണിച്ചിരിക്കുന്നു. അവൾ പറഞ്ഞ സന്ദർഭം: എൻ്റെ രക്ഷിതാവേ, എനിക്ക് നീ എൻ്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു ഭവനമുണ്ടാക്കി തരികയും ഫിർഔനിൽ നിന്ന് അവൻ്റെ പ്രവർത്തനത്തിൽ നിന്നും എന്നെ നീ കാക്കണമേ. അക്രമികളായ ജനങ്ങളിൽ നിന്ന് എന്നെ നീ രക്ഷിക്കുകയും ചെയ്യണമേ. ഇനി നേരെ തിരിച്ചുള്ള ഒരു കഥയും കൂടെ പഴങ്കഥയിൽ നിന്ന് പറയുകയാണ്. ഫറോവയുടെ ഭാര്യമാരിൽ ഒരാൾ മൂസയുടെ പക്ഷം ചേർന്ന് മൂസയ്ക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയും ഫറോവയ്ക്കെതിരായി പ്രവർത്തിക്കുകയും പാരപ്പണി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവൾക്ക് അള്ളാഹു സ്വർഗവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 പ്രവാചകന്മാരുടെ ഭാര്യമാർ പ്രവാചകന്മാർക്കെതിരെ പണിതു, അവരെ പിടിച്ച് നരകത്തിലിടും. ഒരു പ്രവാചകൻ്റെ ശത്രുവിൻ്റെ ഭാര്യ പ്രവാചകന് അനുകൂലമായി പണിതു, അപ്പോൾ അവളെ പിടിച്ച് സ്വർഗത്തിലിടും എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യമാരെ ഭീഷണിപ്പെടുത്തുകയാണ്. അവസാനത്തെ വാക്യം 12. തൻ്റെ ഫർജ് കാത്തു സൂക്ഷിച്ച ഇമ്രാൻ്റെ മകളായ മറിയമിനെയും അപ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്ന് നാം അതിൽ ഊതുകയുണ്ടായി. തൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങളിലും ഗ്രന്ഥങ്ങളിലും അവൾ വിശ്വസിക്കുകയും അവൾ ഭയഭക്തിയുള്ളവരുടെ കൂട്ടത്തിലാവുകയും ചെയ്തു. ഇവിടെ ഇമ്രാൻ്റെ പുത്രി മറിയമിൻ്റെ ഫർജിൽ അള്ളാഹു ഊതിയെന്നും അവൾ ആ ഫർജ് കാത്തു രക്ഷിച്ചു എന്നുമാണ് കഥ പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ അമ്മയായ കന്യാമറിയത്തിനെയാണ് ഇവിടെ ഇമ്രാൻ്റെ പുത്രിയായിട്ടും അഹറോൻ്റെ സഹോദരിയായിട്ടും മുഹമ്മദ് ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. മുഹമ്മദ് കഥ കേട്ട് മനസ്സിലാക്കിയപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരമാണിത്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ വ്യത്യാസമുള്ള 2 കഥാപാത്രങ്ങളാണ് ഇമ്രാൻ്റെ പുത്രി മറിയവും യേശുവിനെ പ്രസവിച്ച കന്യാമറിയവും. അത് രണ്ടും ഒരു മറിയമാണ് എന്ന് തെറ്റിദ്ധരിച്ച മുഹമ്മദ് ആ മണ്ടത്തരം ഖുർആനിൽ ആയത്താക്കി അവതരിപ്പിച്ചു. എന്നിട്ട് ഈ മറിയമിൻ്റെ ഫർജ് എന്ന് പറഞ്ഞാൽ യോനി എന്നാണ് അർത്ഥം. ഈ മറിയം തൻ്റെ യോനി കാത്തു സൂക്ഷിച്ചു. ഇത് വിവാഹിതയായിരുന്നോ മറിയം? കന്യകയായിട്ടിരുന്നു.
യോനി കാത്തു രക്ഷിച്ചു. എന്നിട്ട് ആ യോനിയിൽ അള്ളാഹു വന്നിട്ട് ഊതി. അങ്ങനെ അവൾ ഗർഭിണിയായി. ആ ഗർഭത്തിൽ ജനിച്ച കുട്ടിയാണ് യേശു അല്ലെങ്കിൽ ഈസാ നബി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈസാ നബിയുടെ ഗർഭത്തിന് കാരണമായ ഊതിയത് അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റെ ആത്മാവാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈസാ നബീൻ്റെ ബാപ്പ ആരാണ് എന്ന് ചോദിച്ചാലോ, ബാപ്പ അള്ളാഹുവാണ് എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറച്ചിലാണ് എന്ന മട്ടിൽ പിന്നെ ക്രിസ്ത്യാനികളുടെ മെക്കിട്ട് കയറുന്നതും ഈ ഖുർആനിൽ നമ്മൾ കാണുന്ന മറ്റൊരു കോമഡിയാണ്, വിരോധാഭാസമാണ്. ഇതൊക്കെയാണ് ഒരു പടച്ചോൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുള്ള സാധനങ്ങളുടെ നിലവാരം എന്ന് പറയുന്നത്. സ്വന്തം ഭാര്യമാർക്കിടയിലെ വഴക്കും വക്കാണോന്ന് തീർക്കുക, ആ ഭാര്യമാരെ കബളിപ്പിച്ചുകൊണ്ട് ഒരു ഭാര്യയുടെ ഊഴം ദിവസം വേറൊരു ഭാര്യയുടെ അറയിൽ പോയിട്ട് ആ ഭാര്യയെ എന്തോ സൂത്രം പറഞ്ഞ് അവിടുന്ന് പറഞ്ഞയച്ചിട്ട് അവിടെ പുതുതായി കിട്ടിയ വെപ്പാട്ടി പെണ്ണിനെ കയറ്റി അവളെ വ്യഭിചരിക്കൂ. ആ വ്യഭിചാരം കണ്ടുകൊണ്ട് ആ ഭാര്യ വന്നു. എന്നിട്ട് അവൾ അവിടുന്ന് ചൂടായി ഒച്ചയും പുളിയിട്ട് അങ്ങനെ അത് അവൾ മറ്റേ ഭാര്യയോട്, ഊഴക്കാരിയായ ഭാര്യയോട് പോയി പറഞ്ഞു. അങ്ങനെ ഭാര്യമാരെല്ലാവരും കൂടെ ഇയാൾക്കെതിരെ ബഹളവും വക്കാണവും ഉണ്ടാക്കി. അതിലൊക്കെ ഇടപെട്ടിട്ട് ഈ മാതിരി ആയത്തുകൾ ഇറക്കി നാണം കെടാൻ നടക്കുകയാണ് പ്രപഞ്ച സൃഷ്ടാവായ പടച്ചോൻ. ഇതൊക്കെ തിരക്കഥയായിട്ട് മുൻകൂട്ടി മൂപ്പര് തയ്യാറാക്കിയ നാടകവുമാണ്. ഈ തിരക്കഥയൊക്കെ മുൻകൂട്ടി തയ്യാറാക്കിയിട്ട് അതിൻ്റെ ആ നാറ്റക്കേസിൻ്റെ സമയത്ത് ഇറക്കാൻ ഈ മാതിരി വൃത്തികേടുകളൊക്കെ ലൗഹുൽ മഹ്ഫൂദിൽ ആയത്തായിട്ട് എഴുതി വെച്ച ഒരു പടച്ചോൻ യജ്ജാതി പടച്ചോനാണ് എന്ന് സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിച്ച് നോക്കുക എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. ഈ അധ്യായം, ഈ കോമഡി അധ്യായം ഈ വാക്യത്തോടു കൂടി അവസാനിച്ചു. അടുത്ത കോമഡിയുമായിട്ട് നമുക്ക് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം.